Hello dear friends, welcome back to SULUZ DIARIES. ഞാൻ അജ്മി സുൽത്താന. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓർക്കിഡുകൾക്ക് വേനൽക്കാലത്ത് വേണ്ട പരിചരണത്തെ പറ്റിയാണ്. അപ്പോൾ മഴക്കാലത്തെ പോലെ തന്നെ വേനൽക്കാലത്തും ഓർക്കിഡുകൾ ചെറിയ രീതിയിലുള്ള പരിചരണം ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് കൺസിഡർ ടു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലെ ചെറിയ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനായിട്ട് പ്ലാൻസ് ആവശ്യമുള്ളവർക്ക് എന്നെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കഴിയുന്നത് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് തന്നെ ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഡെൻഡ്രോബിയം ഓർക്കിഡ്സും അതുപോലെ കുറച്ച് ഫെനലോപ്സിസ്, മൊക്കാര, വാൻഡ ഓർക്കിഡ്സൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് എന്നെ വാട്സപ്പ് മെസ്സേജിലൂടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിലൂടെ നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വേനൽക്കാലത്ത് ഈ ഓർക്കിഡ് പ്ലാന്റുകൾ പരിചരിക്കേണ്ടതെന്ന് നോക്കാം. മഴക്കാലത്ത് നമ്മൾ ഓർക്കിഡുകളെ പരിചരിക്കുന്നത് പോലെ തന്നെ വേനൽക്കാലത്തും അതിൻ്റെ പരിചരണം ആവശ്യമായിട്ടുണ്ട്. മെയിനായിട്ടും ഈ ഒരു വേനലിലെ ഈ ചൂടാണ് നമ്മുടെ ഓർക്കിഡിനെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. നമ്മളുടെ ഉച്ച സമയത്തൊക്കെ ഉള്ള ചൂടെന്ന് പറയുന്നത് നമുക്ക് തന്നെ താങ്ങാവുന്നതിനപ്പുറമാണ്. അപ്പോൾ ഓർക്കിഡുകൾക്ക് നമ്മൾ ചെറിയൊരു ഷെയ്ഡ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പ്ലാന്റിന് സഹിക്കുന്നതിൽ കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ പ്ലാന്റുകളുടെ ലീഫ് കൊഴിഞ്ഞു പോകുന്നത് പോലെ തന്നെ നമ്മളുടെ ഈ ഫ്ലവറുകളുടെ ആയുസ് കുറയുകയും ചെയ്യും. അപ്പോൾ ഫ്ലവറും പ്ലാന്റും ഒക്കെ ഒരുപോലെ തന്നെ നമുക്ക് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചൂട് അധികമാണെന്ന് നമ്മളുടെ പ്ലാന്റിൻ്റെ ലീഫുകളും ഫ്ലവറുകളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫ്ലവറുകളുടെ അറ്റം കരിഞ്ഞു വരിക, അതുപോലെ ലീഫുകളിൽ യെല്ലോയിഷ് ആയിട്ട് വരിക, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ നമ്മൾ UV ഷീറ്റിലാണ് ഇട്ടേക്കുന്നതെങ്കിലും ഒരു ചെറിയൊരു ഷെയ്ഡ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ UV ഷീറ്റിന് താഴെയായിട്ട് ഒരു ഷെയ്ഡ് നെറ്റ് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓർക്കിഡുകളുടെ ലീഫുകൾ മഞ്ഞിക്കുന്നതും ഒക്കെ തടയാനായിട്ട് കഴിയും. പക്ഷേ ഒരുപാട് ഷെയ്ഡ് കൂടിക്കഴിഞ്ഞാൽ ഫ്ലവർ ചെയ്യത്തുമില്ല. അപ്പോൾ നമ്മൾ ഇത് രണ്ടും നോക്കിയിട്ട് വേണം നമുക്ക് പ്ലാന്റ്സിന് ആവശ്യമുള്ള ഷെയ്ഡ് കൊടുക്കാനായിട്ട്. മെയിനായിട്ട് നമ്മുടെ ഡെൻഡ്രോബിയം, മൊക്കാര വെറൈറ്റികളൊക്കെ നല്ല ചൂടും വെയിലും ഒക്കെ താങ്ങുന്ന പ്ലാന്റുകൾ തന്നെയാണ്. പക്ഷേ ഈ ഒരു ചൂട് ഉച്ച സമയത്ത് 12 മണി 1 മണി ആ സമയത്തുള്ള വെയിലുകളൊക്കെ നമ്മളുടെ ഈ ഡെൻഡ്രോബിയം, മൊക്കാരയുടെ ഒക്കെ ലീഫുകളിൽ യെല്ലോയിഷ് ആയിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റുകൾ നമ്മൾ ഈ കുറച്ച് സമയത്തേക്കെങ്കിലും ഷെയ്ഡിലോട്ട് മാറ്റി വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇപ്പം എപ്പോഴും നമുക്ക് പ്ലാന്റുകൾ മാറ്റി വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഷിഫ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഷെയ്ഡ് നെറ്റ് കെട്ടിക്കൊടുക്കുക. ഗ്രീൻ നെറ്റോ ബ്ലാക്ക് നെറ്റോ ഒക്കെ അതിന് മുകളിലായിട്ട് കെട്ടിക്കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ ഒരു യെല്ലോയിഷ് ആവുന്ന ഒരു പ്രോബ്ലം നമുക്ക് തടയാനായിട്ട് കഴിയും. സൺലൈറ്റ് എപ്പോഴും ഡെൻഡ്രോബിയം, മൊക്കാറയ്ക്കൊക്കെ ഫ്ലവർ ചെയ്യാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഓവറായിട്ടുള്ള സൺലൈറ്റിനെയാണ് നമ്മൾ ഒരു പരിധി വരെ തടയേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പ്ലാന്റ്സിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് വേണം നിങ്ങൾ ഷെയ്ഡ് കൊടുക്കാനായിട്ട്. നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ പ്ലാന്റ്സ് ഇരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കാലമായിട്ട് നമ്മൾ വെയിൽ തന്നെ വെച്ച് അത് പ്രാക്ടീസ് ചെയ്ത ഒരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റുകൾക്ക് ആ ഒരു വെയിലിൽ ഇരിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ഈ പ്ലാന്റിൽ കണ്ടോ 3 സ്റ്റെമ്മിലും നമ്മുടെ ലീഫുകൾ കൊഴിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ ചൂട് കൂടിയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇതിപ്പോൾ നേരത്തെ വെയിലത്തിരിക്കുമായിരുന്നു, അതുകൊണ്ട് തന്നെ എല്ലാ ലീഫുകളും കൊഴിഞ്ഞു പോയി. അപ്പോൾ ഇനി ഒരു ലീഫ് കൂടിയേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള പ്ലാന്റിലെ തണ്ടുകളിൽ നിന്ന് ഫ്ലവറുകൾ ഉണ്ടാവും. പക്ഷേ അങ്ങനെ ഫ്ലവറുകൾ മാത്രം ഉണ്ടായ പോരുള്ളൂ. നമ്മുടെ പ്ലാന്റ് കുറച്ചും കൂടെ ലീഫുകളൊക്കെ ഉണ്ടായി ഹെൽത്തി ആയിട്ട് നിന്നെങ്കിൽ മാത്രമേ കൂടുതൽ ഫ്ലവറുകൾ നമുക്ക് വീണ്ടും ഉണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടൊളബ്നി ഓർക്കിഡ്സിനും ഈ വെയിൽ കൂടുതലായി കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫുകൾ ഇതുപോലെ കൊഴിഞ്ഞു പോകും. കണ്ടോ, ഇപ്പോൾ കുറേ അധികം തൈകൾ ഇതിനകത്തുനിന്ന് ചീത്തയായി പോയിട്ടുണ്ട്. കണ്ടോ, ലീഫുകൾ ഇതുപോലെ ചീഞ്ഞു പോകും. അപ്പോൾ വാട്ടറിങ് കൂടിയാലും ഇങ്ങനെ ഉണ്ടാവും. പക്ഷേ ഇതിന് അത്രയും വെള്ളം ഒഴിക്കുന്ന പ്ലാന്റ് അല്ല. പക്ഷേ ചൂട് കൂടുതലായതുകൊണ്ടാണ് ഈ പ്ലാന്റ് കുറച്ച് ലൈറ്റിൽ തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ പ്ലാന്റിലും ഇപ്പം അങ്ങനെ വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ അതുകൊണ്ട് സൺലൈറ്റ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു വേനൽക്കാലത്ത്. ഒരുപാട് പ്രോബ്ലം ഉള്ള പ്ലാന്റുകൾ വേണം നമ്മൾ ഈ ഷെയ്ഡിലോട്ട് വെക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഷെയ്ഡിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ തടയാനായിട്ട് കഴിയും. ഞാൻ നേരത്തെ തന്നെ ഓർക്കിഡിൽ എങ്ങനെയാണ് പോട്ടി മിക്സ് റെഡിയാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കാർട്ടിലും കൊടുക്കുന്നതായിരിക്കും. ആവശ്യമുള്ളവർക്ക് അത് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ കാണിക്കുന്ന പോട്ടി മിക്സിൽ നമ്മൾ കരി ഓടുവാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കരിയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലുള്ള പോട്ടി മിക്സ് റെഡിയാക്കിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡെയിലി വാട്ടർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ ഡെയിലി വാട്ടർ ചെയ്യാൻ കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് 1-2 പീസ് തൊണ്ടിൻ്റെ പീസ്, അതിൻ്റെ പൊളിപ്പൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ തൊണ്ടിൻ്റെ പീസ്
അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഈ വേനൽക്കാലത്ത് നമ്മളുടെ പ്ലാന്റുകളുടെ ഈ തണ്ടുകൾക്ക് വളരെ ഇങ്ങനെ ചുക്കി ചുളിഞ്ഞിങ്ങനെ വരും, കണ്ടോ? അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റുകൾക്ക് വെള്ളം കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്ലാന്റുകളെ നമുക്ക് 2 നേരം വേണമെങ്കിൽ നനച്ചു കൊടുക്കാം. അപ്പോൾ 2 നേരം നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വൈകുന്നേരങ്ങളിലുള്ള നനയിൽ ഒരു കാരണവശാലും ലീഫുകളിൽ വെള്ളം വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാട്ടറിംഗ് ഒക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പ്ലാന്റുകൾക്ക് ഇതുപോലെയാണ് തണ്ടുകൾ ഉണ്ടാവുക. നല്ല രീതിയിൽ നല്ല ഫ്ലഷി ആയിട്ടുള്ള ലീഫുകളും തണ്ടുകളും ഒക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇങ്ങനെയുള്ള തണ്ടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു നേരം വാട്ടർ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ നേരത്തെ കാണിച്ച പോലെ ചുളിഞ്ഞിരിക്കുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്ലാന്റുകൾക്ക് നമുക്ക് വേണമെങ്കിൽ 2 നേരം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വേനൽക്കാലത്ത് നമുക്ക് ജൈവവളങ്ങൾ ധാരാളമായിട്ട് കൊടുക്കാൻ കഴിയും. രാസവളവും ജൈവവളവും മാറി മാറി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ജൈവവളമാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ നമുക്കൊരു രാസവളം കൊടുക്കാം. അങ്ങനെ നമ്മൾ ഓരോ തവണയും പല പല വളങ്ങൾ വേണം കൊടുക്കാനായിട്ട്. ഒരു വളം തന്നെ നമ്മൾ സ്ഥിരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഗ്രോത്ത് ചിലപ്പോൾ സ്റ്റക്കായി പോകും. അതുകൊണ്ട് തന്നെ പല പല ഫുഡുകൾ കൊടുക്കുക. അപ്പോൾ നമുക്കാണെങ്കിലും ഡെയിലി ഒരു ഫുഡ് തന്നെ കഴിക്കുമ്പോൾ അതൊരു മടുപ്പായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളെന്താ പല പല ഫുഡുകളാണ് കഴിക്കാറുള്ളത്. അതുപോലെ തന്നെയാണ് ഈ പ്ലാന്റ്സിനും നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള ഓരോന്നും മാറ്റി മാറ്റി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ റിസൾട്ടും പ്ലാന്റുകൾ കാണിക്കും. അപ്പോൾ ഒരു വട്ടം ജൈവവളം കൊടുക്കുമ്പോൾ ഒരു വട്ടം രാസവളം കൊടുക്കുക. ജൈവവളം തന്നെ പല പല ഒരുപാട് ജൈവവളങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മാറി മാറി കൊടുക്കുക. അപ്പോൾ ജൈവവളങ്ങളെപ്പറ്റി ഞാൻ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. ജൈവവളങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വളങ്ങൾ ഏതൊക്കെയാണെന്ന് വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഈ വീഡിയോയിൽ തന്നെ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചാൽ ഒരുപാട് വീഡിയോ നീണ്ടുപോകും. അതുകൊണ്ട് ഫെനലോപ്സിസ് ഓർക്കിഡുകളെ പറ്റി പറയുവാണെങ്കിൽ ഫെനലോപ്സിസ് ഓർക്കിഡിന് ഒട്ടും തന്നെ വെയിൽ വേണ്ടാത്തൊരു പ്ലാന്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫെനലോപ്സിസ് ഓർക്കിഡുകളെ എപ്പോഴും തണലിൽ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. UV ഷീറ്റിലിടാം. UV ഷീറ്റിലിടുവാണെങ്കിൽ UV ഷീറ്റിൻ്റെ അടിയിലായിട്ട് ഒരു ഗ്രീൻ നെറ്റോ അല്ലെങ്കിൽ UV ഷീറ്റിന് മുകളിലായിട്ട് ഒരു നെറ്റ് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഫെനലോപ്സിസ് പ്ലാന്റുകൾക്ക് ലീഫുകൾ പൊള്ളലൊന്നും ഉണ്ടാവത്തില്ല. പക്ഷേ ഓർക്കിഡുകൾക്ക് എല്ലാം പൊതുവെ നല്ല രീതിയിൽ ചൂട് വേണ്ട പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ നല്ല ചൂട് കിട്ടുന്നതോടൊപ്പം തന്നെ നല്ല രീതിയിൽ നമ്മൾ വാട്ടർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ക്ലൈമറ്റിനെ അതിനെ അതിജീവിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ഡെയിലി വാട്ടർ ചെയ്യുക, കറക്റ്റായിട്ടുള്ള ഷെയ്ഡ് കൊടുക്കുക, കറക്റ്റായിട്ടുള്ള ഫെർട്ടിലൈസറുകൾ കൊടുക്കുക. അങ്ങനെ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മുടെ പ്ലാന്റുകൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫംഗിസൈഡുകളും പെസ്റ്റിസൈഡുകളും ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റുകൾ വളരെ ഹെൽത്തി ആയിട്ട് വളരുകയും ഹെൽത്തി ആയിട്ട് ഒരുപാട് കൊലയായിട്ടുള്ള ഫ്ലവറുകൾ തരുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് വേനൽക്കാല സംരക്ഷണത്തെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.